ശ്രീ ജോബ് മൈക്കൽ. ഉൾപ്പെടെ അതിനോട് ചേർന്ന് കിടക്കുന്ന അനുബന്ധ ആറുകളിലും തോടുകളിലും എക്കലും പോളയും അടിഞ്ഞ് നീരൊഴുക്ക് കുറഞ്ഞു പോയിരിക്കുകയാണ് സാർ. അങ്ങ് ഇടപെട്ട് അങ്ങയുടെ നിയോജകമണ്ഡലമായ ചെങ്ങന്നൂർ ഉൾപ്പെടെ കുട്ടനാട്, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിലെ അപ്പർ കുട്ടനാട്ടിലെ എക്കലും പോളയും നീക്കം ചെയ്ത് നെൽകൃഷിക്കാരെയും മത്സ്യബന്ധന തൊഴിലാളികളെയും രക്ഷിക്കാൻ തയ്യാറാകുമോ സാർ? സാർ, അങ്ങ് ചോദിച്ച ചോദ്യം വളരെ പ്രധാനമാണ്. കോട്ടയം ജില്ലയിൽ ഈ പദ്ധതിയിലെ ഒരു ഘടകമായ പൊതുജലാശയങ്ങളിലെ മത്സ്യവിദ്യ നിക്ഷേപങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഈ തോട് നവീകരണത്തിൻ്റെ ഭാഗമായി വൈക്കം മുനിസിപ്പാലിറ്റിയിലെ ജങ്കാർ ജെട്ടിക്കടവ്, കുമരകം പഞ്ചായത്തിലെ 4 പങ്ക് ടെർമിനൽ, വിജയപുരം പഞ്ചായത്തിലെ വട്ടമൂട് കടവ്, എരുമേലി പഞ്ചായത്തിലെ കൊരട്ടിക്കടവ്, മുണ്ടക്കയം പഞ്ചായത്തിലെ ചാച്ചിക്കടവ് ചെക്ക് ഡാം, ഈരാട്ടുപേട്ട മുനിസിപ്പാലിറ്റിയിലെ ഈരക്കയം ചെക്ക് ഡാം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടെ എല്ലായിടത്തും മത്സ്യകൃഷിക്ക് അനുയോജ്യമായ രൂപത്തിൽ അത് നവീകരിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ തോടുകൾ ശുചീകരിക്കുന്നതിന് വേണ്ടി ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ ഭാഗമായി ഫിഷറീസ് വകുപ്പിൻ്റെ പരിമിതമായ തുക ഉപയോഗിച്ച് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. അടിയന്തര സ്വഭാവത്തിൽ എന്തെങ്കിലും പദ്ധതി നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങ് ശ്രദ്ധയപ്പെടുത്തിയാൽ ആ കാര്യവും നമ്മൾ പരിഗണിക്കും.